അച്ഛൻ്റെ ഒരു ബനിയൻ കിട്ടിയ ഒരു ചേട്ടത്തി പറഞ്ഞു, അതിൻ്റെ ഹസ്ബൻഡിന് വർഷങ്ങളായിട്ട് ഒരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. ഈ ബനിയൻ കൊണ്ടുപോയി ഇട്ടു, പിന്നെ ആ രോഗം ഇന്നു വരെ വന്നിട്ടില്ല. വീട്ടിലെ ഒരു നിത്യസന്ദർശകൻ എന്ന് പറയാം. എല്ലാ അവധിക്ക് വരുമ്പോഴും അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ടൊരു സങ്കടമാണ് വരുന്നത്. കുറവുകളുള്ളവരെയൊക്കെ ആണെന്നൊരു അത് ചേർത്ത് നിർത്തി ആ കുറവുകളിലെല്ലാം ആശ്വാസം പകർന്നു കൊടുത്ത് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ഇവിടുത്തെ ഡോക്ടർമാരും പറഞ്ഞു, പിന്നെ ഇവിടെ ചികിത്സ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, അറിയിക്കാനുള്ളവരെ ഒക്കെ അറിയിച്ചോളാൻ പറയും. അച്ഛൻ എന്ത് പ്രാർത്ഥന തുടങ്ങിയാലും ത്രിത്വൈക ദൈവത്തെ വിളിച്ച് ആരാധനയോടുകൂടിയാണ് തുടങ്ങുകയുള്ളൂ. സ്തുതിച്ചുകൊണ്ടാണ് അച്ഛൻ പ്രാർത്ഥന തുടങ്ങുന്നത്, അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. വിശുദ്ധനായൊരു വൈദികനെ അടക്കിയിട്ടുണ്ട് ഇവിടെ. വിശുദ്ധൻ എന്നൊക്കെ പറയുമ്പോൾ 6 അടി നീളവും ഒത്ത ശരീരവും അങ്ങനെയൊന്നുള്ള ഒരാളല്ല, ഒരു കുറുകിയ മനുഷ്യൻ. അതിഗംഭീരമായ വാക്കോ വാക്ചാതുര്യമോ ഒന്നുമില്ലായിരുന്നു. കുറവുകളുള്ളവരെയൊക്കെ സാരമില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചവൻ. വലിയ സംഘടനയൊന്നും സ്ഥാപിച്ചിട്ടൊന്നുമില്ല. മനുഷ്യനെ ഹൃദയം കൊണ്ട് കോർത്തിണക്കുന്നവൻ. പഠിക്കാനോ പഠിപ്പിക്കാനൊന്നും വലിയ കഴിവൊന്നുമില്ല, പക്ഷെ കൃപ നിറഞ്ഞൊരു വചനപ്രഘോഷകനായി. വിയാനിയെപ്പോലെ സക്രാരിയുടെ കാവൽക്കാരൻ. കുമസാരക്കൂട്ടിലിരിക്കാൻ ഒരു മടിയുമില്ലായിരുന്ന ഒരു വൈദികൻ, ഫാദർ ആർമണ്ട് കപ്പൂച്ചൻ. അങ്ങനെ തലശ്ശേരി അതിരൂപതയുടെ സ്വർഗീയ സമ്പത്തായി ഈ വൈദികൻ മാറുമ്പോൾ കൂടെ ജീവിച്ചവരുടെ ഇടയിൽ ഞങ്ങൾ നടത്തിയ ഒരു അന്വേഷണം. കേരളത്തിൻ്റെ വിയാനി ഫാദർ ആർമണ്ട് കപ്പൂച്ചൻ. ആർമണ്ടച്ചൻ പട്ടാരത്ത് വന്ന കാലം തൊട്ട്, അന്ന് തൊട്ടെന്ന് പറയാം, ഏറ്റവും വളരെ അടുത്ത പരിചയമുണ്ട് എനിക്ക് അച്ഛനെ. അച്ഛൻ ആദ്യമൊക്കെ എല്ലാ ഭവനങ്ങളും സന്ദർശിക്കുമായിരുന്നു. അവിടെ നിന്ന് എന്ത് കിട്ടിയാലും അതൊക്കെ വാങ്ങി വളരെ ലളിതമായ ജീവിതം നയിച്ചു പോകുന്ന അച്ഛൻ. ഒരു ദിവസം അച്ഛൻ്റെ അടുത്ത് കയറി ചെല്ലുമ്പം അച്ഛൻ പാൻറ്റ് തുന്നുക, കഷ്ണം വെച്ച് തുന്നുക. അപ്പം അച്ഛന് അപ്പോഴും മനസ്സിലായി, 2 പാൻറ്റ് 2 ജോഡി ഡ്രസ്സേ അച്ഛനുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ എത്ര കരിഞ്ഞതാണേലും കങ്ങം കയറിയ ഭക്ഷണമായിരുന്നു ഒരു ദിവസം എന്ന് പറഞ്ഞത്. ഒരു കുഴപ്പമില്ല, നല്ല രുചിയാണല്ലോ ഇതിന് നല്ല രുചിയാണല്ലോ എന്ന് പറഞ്ഞ് ഈശോയെ പ്രതി അത് തിന്നുന്നതായിരിക്കുമെന്ന് ഇപ്പം മനസ്സിലാകുന്നു. അതെല്ലാം എടുത്ത് വളരെ രുചിയോടെ കഴിക്കുന്ന സ്വഭാവം. കൊച്ചുമക്കളെയൊക്കെ വലിയ ഇഷ്ടമാണ്. എൻ്റെ മോളെ കാണുമ്പോൾ കണക്കിന് എത്ര മാർക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. കാരണം നല്ല ഇഷ്ടമായിരുന്നു, ചേർത്ത് പിടിക്കും. മലയ്ക്കൂടെയൊക്കെ ഈ അട്ടയോലി മല എന്ന് പറയുന്നത് 1 കിലോമീറ്റർ കയറിപ്പോണ്ട വലിയ മലയാണ്. ആ മലയിലൊക്കെ കയറിപ്പോകും. ചിലപ്പോൾ ചില വീട്ടിൽ നിന്ന് കിട്ടുന്നത് ചക്കയായിരിക്കും, അതും സഞ്ചിക്കകത്ത് വാങ്ങിച്ചിട്ട് താഴേക്കൊക്കെ ഇറങ്ങി വന്ന് ഇവിടെ വന്നിരുന്നൊക്കെ തിന്ന് അങ്ങനെയൊക്കെ പോകും അച്ഛൻ. എല്ലാ തരത്തിലുള്ളവരോടും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. വീടുകൾ കയറി ഇറങ്ങിയ കാലയെക്കൂടെയൊക്കെ ചുറ്റി നടന്ന് ചിലപ്പം ആശ്രമത്തിൽ വരുമ്പം ഒരുപാട് ലേറ്റാവും. അത്ര ലേറ്റ് ആയാലും അച്ഛൻ ഉറങ്ങിയല്ല. അച്ഛൻ മുട്ട നിന്ന് ജപമാല ചെല്ലുന്നോടത്തോളം ചൊല്ലി തീർത്തിട്ടേ അച്ഛൻ കിടക്കുമായിരുന്നുള്ളൂ. എല്ലാവർക്കും ഉത്തമ മാതൃകയായിട്ട് ഒരു ധന്യ ജീവിതമാണ് അച്ഛൻ നയിച്ചതെന്ന് ഒരു നിശംശയം നമുക്ക് പറയാൻ സാധിക്കും. ആർമണ്ടച്ചൻ എനിക്കൊരു സഹായമായിരുന്നു, ഒരു കൂട്ടായിരുന്നു. എൻ്റെ ഒരു വല്യപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്നെ നയിച്ച ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഈ ആധ്യാത്മിക മേഖലയിലൊക്കെ ഞാനൊക്കെ കടന്നു വരുന്ന കാലഘട്ടത്തിലാണ് അച്ഛനും ടീമും കൂടെ പട്ടാരത്ത് വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അച്ഛൻ്റെ കരം പിടിച്ച് അച്ഛനോട് ചേർന്ന് നിന്ന് തോള് ചേർന്ന് നിന്ന് അന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളെ എല്ലാ കാര്യത്തിലും സഹായിക്കുമായിരുന്നു. ഈ അവശത അനുഭവിക്കുന്നവരോടാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. നമ്മളിപ്പോൾ ടീമിൽ പെട്ടവർ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അവശത അനുഭവിക്കുന്നവരുണ്ട് എന്നറിഞ്ഞാൽ അച്ഛൻ അവരുടെ അടുത്ത് പോവുകയും അവരെ ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്യും. അതൊരു പ്രത്യേക കഴിവാണ് അച്ഛൻ അങ്ങനെ ഒക്കെ ചെയ്യുവാനുമായിട്ട്. കുറവുകളുള്ളവരെയൊക്കെ ആണെന്നൊരു അത് ചേർത്ത് നിർത്തി ആ കുറവുകളിലെല്ലാം ആശ്വാസം പകർന്നു കൊടുത്ത് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അച്ഛന് എപ്പോഴും ഒരു കൊന്ത കയ്യിലുണ്ടാവും. ഈ കൊന്തയും പിടിച്ചുകൊണ്ട് ഈ റോഡ് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ശൈലിയുണ്ട് അച്ഛന്. വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു അച്ഛനായിരുന്നു. എല്ലാവരോടും, എല്ലാ വീട്ടുകാരോടും. അയൽക്കാരനെന്ന നിലയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ കൂടെ എല്ലാം വരുകയും പോവുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. 2013 എനിക്ക് തന്നെ എൻ്റെ മകൻ ഒരു പ്ലാവേ കയറി ആടിൽ ചപ്പൊട്ടാൻ കയറിയതാണ്.
മൂത്ത മകൻ. അപ്പോൾ അത് പിന്നെ കാല് തെറ്റി താഴെ വീണ്. അപ്പോൾ ചപ്പുകുത്തി വരുന്ന സമയമായിട്ടും കാണാഞ്ഞിട്ട് ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ വീണ് കിടക്കുന്നുണ്ട്. ഏക്കാനൊന്നും പറ്റാതെ കിടക്കുകയാണ്. വേഗം അവനെ അവിടുന്ന് എടുത്ത് കൊണ്ടുവന്ന് പിന്നെ ഇവിടെ കൽപ്പറ്റ ലിയോ ആസ്പത്രിയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പം അവിടെ പറ്റിയല്ല, കോഴിക്കോട്ടിന് കൊണ്ടുപോകാൻ പറഞ്ഞു. പിറ്റേ ദിവസം കോഴിക്കോട്ടിനുണ്ട്. കോഴിക്കോട്ടിന് കൊണ്ട് അവിടുത്തെ ഡോക്ടർമാരും പറഞ്ഞു പിന്നെ ഇവിടെ ചികിത്സ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, അറിയിക്കാനുള്ളവരെ ഒക്കെ അറിയിച്ചോളാൻ പറയും. ഇത് ഇവിടെ ഞങ്ങൾക്ക് വിവരം കിട്ടി. അപ്പോൾ ഞങ്ങൾ രാത്രി മുഴുവൻ ഞാനും എൻ്റെ ഭാര്യയും പിന്നെ മക്കളും ഇവിടെ ഉണ്ടായിരുന്ന മക്കളൊക്കെ കൂടെ കൂടിയിരുന്ന് ആർമൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന നേരം വെളുക്കോളും ഞങ്ങൾ ചെയ്തു. ഞാനൊരിക്കൽ ആടിന് ചപ്പ് കിട്ടാൻ വേണ്ടി മരത്തെ കയറി രാവിലെ കയറുന്ന സമയത്ത് ഏണി കഴിഞ്ഞ് ഏതാണ്ടൊരു 3 മീറ്ററോടും കൂടി ഹൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പിടിച്ച കൊമ്പ് പൊട്ടി ഞാൻ താഴെ വീണു. കമന്നടിച്ചാണ് വീണത്. എൻ്റെ 6 വാരിയെല്ലുകളും പൊട്ടി, കുടലിന് മുറിവ് സംഭവിച്ചു. ഞാൻ വീട്ടിൽ വന്ന് തിണ്ണയിൽ ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്, ബാക്കിയൊന്നും പിന്നെ ഓർമ്മയില്ല. പിന്നെ 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ ബോധം തെളിയുന്നത്. അന്ന് മുതൽ ഡോക്ടർമാർ അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചു എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് സീരിയസ് ആയ ഒരവസ്ഥയിലായിരുന്നു എന്നാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. പട്ടാരത്ത് അച്ഛൻ്റെ ആശ്രമത്തിൽ ചാച്ചൻ വല്ലപ്പോഴുമൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെ പോയപ്പോൾ അച്ഛൻ്റെ ഒരു നൊവേനയും ജീവചരിത്രമുള്ള ഒരു പുസ്തകവും അവിടുത്തെ അച്ഛന്മാർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മരത്തിൽ നിന്ന് വീണ സമയത്ത് ചാച്ചൻ ഇത് നിരന്തരമായി ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചെന്നാണ് ചാച്ചൻ എന്നോട് ഞാൻ സുഖം പ്രാപിച്ചു വന്നപ്പോൾ പറഞ്ഞത്. ആദ്യകാലത്ത് ഞങ്ങൾ കളരിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് മറിങ്ങാട്ടുപള്ളി സ്കൂളിലേക്ക് മാറിപ്പോയത്. ഞങ്ങളന്നേരം 3 പേരുണ്ടായിരുന്നു അവിടെ പോകുന്ന. ഞാനും പിന്നെ എൻ്റെ മുഖത്ത് ആർമണ്ടച്ചനും പിന്നെ എൻ്റെ ഇളയ ആങ്ങൾ. പിന്നെ ഇംഗ്ലീഷ് സ്കൂളിലേക്കാണ് ആർമണ്ടച്ചൻ പോയത് പഠിക്കാൻ. അന്ന് പാപ്പച്ചാന്നാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇളവിന് വരുമ്പോഴൊക്കെ ഇവിടെ നേരത്തെ ഞങ്ങൾ വയനാട്ടിലേക്ക് പോന്നു. നടവേൽ വരും, അവധി കഴിഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ കട്ട്രാമറ്റത്തേക്ക് മാറി. അച്ഛൻ അവിടെ നിന്നാണ് പിന്നെ പഠിച്ച് അങ്ങോട്ട് പോയതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ ഭരണങ്ങാനത്തും അവിടെ ആശ്രമം ഒക്കെ പണിത് അവിടെ 20 വർഷം കഴിഞ്ഞാണ് ഇങ്ങോട്ട് പോകുന്നത്, ഈ പട്ടാളത്തേക്ക്. അവിടെ വന്നു ജ്ഞാനങ്ങളൊക്കെ പണിത് അച്ഛൻ അവിടെ തന്നെ മരിച്ചു. ഇറക്കി. ആർമണ്ടച്ചനും ഞങ്ങളുമായിട്ട് ഒരു നല്ല ബന്ധത്തിലായിരുന്നു. 1985 ഞാൻ നവീകരണ ധ്യാനം കൂടി. അച്ഛൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിൽ അച്ഛൻ ഞങ്ങളെ വളർത്തി വലുതാക്കി എന്നുള്ളതാണ്. ഞങ്ങളതിന് ശേഷം ഒരു ക്രിസ്ത്യൻ ട്രെയിനിങ് പ്രോഗ്രാം കൂടി. ആ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ അച്ഛൻ പട്ടാരത്ത് ഞങ്ങളെ ഒന്നിച്ചു ചേർത്ത് പ്രാർത്ഥിക്കാനും, പിന്നെ അന്നൊക്കെ സാമ്പത്തികമായിട്ട് വളരെ പുറകോട്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അച്ഛൻ ഇരിട്ടിയിൽ നിന്നുള്ളൊരു മരിയാച്ചേട്ടനുണ്ട്. ആ മരിയാച്ചേട്ടൻ 300 രൂപ വാടക കൊടുത്ത് മൈക്ക് സെറ്റ് വാടകയ്ക്കെടുത്ത് കൊണ്ടുവരും. അതിലൂടെ ഞങ്ങൾ വചനം പ്രഘോഷിച്ച് പഠിച്ചു. ഞങ്ങളുടെ ചെറിയ ചെറിയ പോരായ്മകൾ പോലും അച്ഛൻ കണ്ട് മനസ്സിലാക്കി ഞങ്ങളെ തിരുത്തി ഞങ്ങളെ അച്ഛൻ വളർത്തി വലുതാക്കി എന്നുള്ളതാണ്. അച്ഛൻ മരിക്കാൻ കിടക്കുക പട്ടാരത്ത്, രോഗാവസ്ഥയിൽ കിടക്കുന്ന അച്ഛൻ സീരിയസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഈ ക്രിസ്ത്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടി ഞങ്ങളവിടെ ചെന്ന് അച്ഛനെ കണ്ടു. എനിക്ക് 5 മക്കളുണ്ട്. എൻ്റെ 5 മക്കളെയും കൂട്ടി ഞങ്ങളവിടെ ചെന്നു, അച്ഛനെ കണ്ട് സംസാരിച്ചു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ലാസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഞാനാണ്. അപ്പോൾ അച്ഛനെ തിരിച്ചു വിളിച്ചു, അനിച്ച അങ്ങ് വന്നതെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ് വരുന്നത്. അച്ഛൻ എന്നെ ഇങ്ങനെ പിടിച്ച് എൻ്റെ തലയ്ക്ക് പിടിച്ചിട്ട് എൻ്റെ 2 കവിളിലും വെച്ച് എൻ്റെ തലയിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. അത് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സിംപ്ലിസിറ്റി ആയിരുന്നു. അച്ഛൻ വളരെ എളിമയോട് കൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. അച്ഛൻ ആകെ ഉണ്ടായിരുന്ന എനിക്ക് വന്ന് 1 ലോഹയാണ് 2 ലോഹയാണ്, അതും കീറിയതായിരിക്കും. അത് കൂടുതൽ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ കളിയാക്കി കഴിഞ്ഞാൽ അച്ഛൻ ചിരിക്കും. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുകയുള്ളൂ. ആർമണ്ടച്ചനെ പരിചയപ്പെടുന്നത് 96, 97 ആ ഒരു കാലഘട്ടത്തിലാണ്. എനിക്ക് ഇരിട്ടി ഗ്ലോറിയ കാത്തലിക് സെൻ്റർ എന്ന് പറഞ്ഞൊരു
കടയുണ്ട്. അവിടെ നമ്മൾ ഡിവൈൻ ധ്യാന സെൻറ്ററിലേക്ക് ആൾക്കാരെ ആ ഒരു കാലഘട്ടത്തിൽ ആളെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ആരംഭിച്ച ഒരു സംഭവമാണത്. അപ്പോൾ അവിടെ അച്ഛന് ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമായിരുന്നു. വരാൻ കാരണം അച്ഛൻ അവിടെ വരുമ്പോൾ ഞാൻ കാണുന്ന അച്ഛൻ്റെ തോളിൽ ഒരു തുണിസഞ്ചിയുണ്ട്. അതുമായിട്ട് അച്ഛൻ അവിടെ വരും. ഈ കടയോട് ചേർന്ന് തന്നെ നമുക്കൊരു ടൈലറിങ് സെൻറ്റർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയം അച്ഛൻ ഈ പഴയൊരു ലോകയായിരിക്കും, അത് തുന്നാനായിട്ടാണ് അവിടെ വരുന്നത്. അത് തുന്നി കൊടുക്കുന്നു. അപ്പോൾ ആദ്യം നാളുകളിൽ അച്ഛൻ പൈസയൊക്കെ തരാം. ഞങ്ങൾ പറഞ്ഞു പൈസ വേണ്ട അച്ഛാ, പൈസ മേടിക്കുകയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറയും താങ്ക് യു പ്രാർത്ഥിച്ചേക്കാം. ഞങ്ങൾക്ക് അന്നപ്പോൾ തന്നെ അവിടെ നിന്ന് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഇരുട്ടി വരികയും ഈ സ്ഥാപനത്തിൽ വരികയും ഒക്കെ ആയിട്ട് അച്ഛനുമായിട്ടൊരു നല്ല ബന്ധമുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം മുതൽ. 94 ഡിവൈനിൽ വെച്ച് കുട്ടികൾക്ക് വേണ്ടി ക്രിസ്ത്യൻ പടയാളികൾ എന്നും പറഞ്ഞൊരു ധ്യാനം അവിടെ അറേഞ്ച് ചെയ്തു, ഒരാഴ്ചത്തെ ധ്യാനം. അത് ഈ കണ്ണൂർ ഭാഗത്തു നിന്ന് തലശ്ശേരി, പ്രത്യേകിച്ച് എടൂര്, കീഴ്പള്ളി, ഇവിടെ നിന്നെല്ലാം കിളിയന്തറ ഈ ഭാഗങ്ങളിൽ നിന്നായിട്ട് 50-55ഓളം കുട്ടികളെ ഞങ്ങൾക്ക് അവിടെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. ഈ കുട്ടികൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാ 2ാം ശനിയാഴ്ചകളിലും അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാനൊരു തീരുമാനമുണ്ടായി. ഒരിക്കലും ഈ കുട്ടികളെ പട്ടാരത്ത് ഒരുമിച്ച് കൂടിയ സമയത്ത് ഇൻ്റർവെല്ലിന് വിട്ട സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ അച്ഛന് അവിടെ ഒരു ഓല ഷെഡ് മേഞ്ഞുകൊണ്ടിരിക്കുക. പണിക്കാരുടെ കൂടെ അച്ഛൻ ഓല എല്ലാം എടുത്തു കൊടുക്കുന്നു, ഇതൊക്കെയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടികൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പം കുട്ടികളോട് അച്ഛനെ സഹായിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛനും അത് വലിയ സന്തോഷമായി, കുട്ടികൾക്ക് സന്തോഷമായി. പിന്നെ ഞങ്ങൾ ആ പ്രോഗ്രാം അന്ന് അച്ഛൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ ഷെഡിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അത് അവിടെ അവരെ സഹായിച്ചുകൊണ്ട് തന്നെ അത് അവിടെ അവസാനിപ്പിച്ചു. അച്ഛൻ അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിപ്പിച്ച് 1 മണിയായപ്പോഴത്തേനും ഞങ്ങളെ അവിടെ നിന്ന് വിടുകയും ചെയ്തു. അച്ഛൻ അവിടെ കൂടുമ്പോൾ അച്ഛൻ ആദ്യത്തെ ദിവസം പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്, മക്കളെ വെറും കൈയോടെ പറഞ്ഞു വിടരുത്, അവർക്ക് ആഹാരം കൊടുക്കണമെന്ന്, ബ്രെഡ് കൊടുക്കണമെന്ന്. അച്ഛൻ എന്നിട്ട് അവിടുന്ന് ബ്രെഡ് സംഘടിപ്പിച്ച് 8 പേർക്കും ഞങ്ങൾക്കും കൂടെ കൂടി അവിടെ ബ്രെഡ് സംഘടിപ്പിച്ചു. അവിടെ തന്നെ അച്ഛൻ്റെ നേതൃത്വത്തിൽ അച്ഛനാണത് ചൂടുവെള്ളം ഉണ്ടാക്കുക. അന്ന് വേറെ ആരും ഇല്ല അവിടെ. അച്ഛനൊരു കലമെല്ലാം സംഘടിപ്പിച്ച് ഇവിടെ വെക്കാമെന്നും പറഞ്ഞ് ഇവിടെ ചൂടുവെള്ളം ജീരകവെള്ളവും വെച്ച് ഈ പിള്ളേർക്ക് ഭക്ഷണവും കൊടുത്താണ് അന്ന് അവരെ അവിടുന്ന് യാത്രയാക്കിയത്. അച്ഛൻ എന്ത് പ്രാർത്ഥന തുടങ്ങിയാലും ത്രിത്വൈക ദൈവത്തെ വിളിച്ച് ആരാധനയോടുകൂടിയാണ് തുടങ്ങുകയുള്ളൂ. സ്തുതിച്ചുകൊണ്ടാണ് അച്ഛൻ പ്രാർത്ഥന തുടങ്ങുന്നത്, അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അച്ഛൻ്റെ രോഗാവസ്ഥയിൽ വളരെ ഗുരുതരമായ അവസ്ഥയായപ്പോഴേക്കും അച്ഛനെ അമല മെഡിക്കൽ കോളേജിൽ തന്നെ ആക്കി. അവിടെ ഞങ്ങൾ കാണാൻ വേണ്ടി പോയി. ഒരു ദിവസം ചെന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ കടുത്ത വേദനയിലും വിശുദ്ധ ബലി അർപ്പിച്ച് തന്നു. ഞായറാഴ്ച ദിവസമായിരുന്നു ഞങ്ങൾ ചെന്നത്, അതുകൊണ്ട് അച്ഛൻ ബലി അർപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് തന്നു. അതുപോലെ തന്നെ ആ വേദന ഉണ്ടെന്ന്, ഒരു വേദനയില്ല, സാരമില്ലെന്നേ പറയുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ അച്ഛനെ നോക്കാൻ നിന്ന പയ്യൻ പറഞ്ഞു, കടുത്ത വേദന അനുഭവിക്കുന്നുണ്ട്, അപ്പോൾ മാത്രം തീരെ സഹിക്കാൻ വല്ലാതെ വരുമ്പോൾ രാത്രിക്ക് ഉറങ്ങാൻ വേണ്ടി ഒരു ടാബ്ലറ്റ് തരാൻ പറയുമെന്ന്. അതുപോലെ തന്നെ എൻ്റെ മോളോട് അച്ഛൻ പറഞ്ഞു, ഭയങ്കര വേദന എടുക്കുമ്പം ഈശോയുടെ മുഖത്തോട്ട് നോക്കി ഈശോയോട് ചേർന്നത് സഹിക്കാൻ എന്നാ സുഖമാണെന്നറിയാമോ, ഒരു പ്രത്യേക സുഖം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഞാനെന്ന് പറഞ്ഞു അച്ഛൻ. അപ്പോൾ വേദനകൾ മുഴുവനും അച്ഛൻ അവസാനം വരെ സഹിച്ചു. അത് സന്തോഷത്തോടെ സഹിച്ചു, ഈശോയോട് ചേർത്ത് വെച്ചു. അവസാന ദിവസങ്ങളിൽ പട്ടാരത്തായിരുന്നു അച്ഛൻ. ഇപ്പം അച്ഛൻ്റെ ഫസ്റ്റ് കസിൻ പെങ്ങളാണ്. അച്ഛനെ അമ്മയും കൂട്ടിക്കൊണ്ട് കാണാൻ ചെന്നപ്പം, പെങ്ങളെ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ അതുമാത്രം ഈശോയോട്, പിതാവിനോടും, ത്രിത്വൈക ദൈവമായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനാശക്തി. എപ്പോഴും ത്രിത്വൈക ദൈവത്തോട് അച്ഛൻ പ്രാർത്ഥിക്കും, നമ്മളെയും അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. ആ ത്രിത്വൈക ദൈവത്തോട് ചേർന്ന് നിന്ന് ആ വേദനകളെല്ലാം സഹിച്ചു. മരണശേഷം ശുശ്രൂഷകരെല്ലാം ഓരോ സാധനങ്ങൾ അച്ഛൻ്റെ എടുത്തുകൊണ്ട് പോയി. അത് വേണ്ടെന്ന് വെക്കാൻ ആർക്കും സാധിച്ചില്ല. അച്ഛൻ്റെ ഒരു ബനിയൻ കിട്ടിയ ഒരു ചേട്ടത്തി പറഞ്ഞു, അതിൻ്റെ ഹസ്ബൻഡിന് വർഷങ്ങളായിട്ട് ഒരു സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു. ഈ ബനിയൻ കൊണ്ടുപോയി ഇട്ടു, പിന്നെ ആ രോഗം ഇന്ന് വരെ വന്നിട്ടില്ല. അന്നേരം അത്ഭുത സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എല്ലാവരും കബറിടത്തിങ്കൽ വന്ന് അന്നു മുതലേ തന്നെ ധാരാളം പേര് വന്ന് പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായി ഒരുപാട് സൗഖ്യങ്ങൾ നേടുകയും ചെയ്യുന്നുണ്ട്. ആർമണ്ടച്ചനോടൊപ്പം 12 വർഷങ്ങൾ ഭരണങ്ങാനം അസീസി ആശ്രമത്തിൽ ഒന്നിച്ച് താമസിക്കുവാനും പ്രവർത്തിക്കുവാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആർമണ്ടച്ചനെ പറ്റി പറഞ്ഞാൽ ദൈവാശ്രയ ബോധം എപ്പോഴും ഏത് കാര്യങ്ങളും അസാധ്യമായ കാര്യങ്ങളായിട്ട് നമ്മൾ തോന്നും. അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങൾ 2 ആരംഭിച്ചു. ഭരണങ്ങാനം അസീസി ധ്യാന കേന്ദ്രവും
ഇരട്ടിയിലെ വിമലഗിരി ധ്യാന കേന്ദ്രമൊക്കെ അത് ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയതാണ്. പക്ഷേ അദ്ദേഹത്തിന് ദൈവത്തിൽ ഭയങ്കര ആശ്രയബോധവും വിശ്വാസവും ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ശ്രദ്ധിച്ചിട്ടുള്ളത് പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. എത്ര ജോലി തിരക്കുണ്ടെന്ന് ഒരിക്കലും രാവിലെ 4 മണിക്ക് സക്രാരിയുടെ മുമ്പിൽ അദ്ദേഹമുണ്ട്. അതുപോലെ ധ്യാനകേന്ദ്രത്തിലെ തിരക്കിട്ട ജോലികളെല്ലാം കഴിഞ്ഞ് രാത്രി 9 മണിയാകുമ്പോഴാണ് അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് വരിക. അത് കഴിഞ്ഞാലും 1 മണിക്കൂറെങ്കിലും സക്രാരിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമേ അദ്ദേഹം കിടക്കുമായിരുന്നുള്ളൂ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.